കിണറ്റിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു. പാമ്പിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പൊത്തുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ തോട്ടി വെച്ചൊന്ന് തോണ്ടിയപ്പോൾ വീണ്ടും വെള്ളത്തിലേക്കാണ് വീണിട്ടുണ്ട്. വീണ്ടും കയറാനുള്ള ശ്രമമാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ കിണറ്റിലാന്ന് പറഞ്ഞപ്പോൾ ചേരയായിരിക്കാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അണലിയാണ്. റസൽസ് വൈബർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പോൾ സ്നേക് മാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടിരങ്ങാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു കിണറ്റിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു. പാമ്പിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പൊത്തുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ തോട്ടി വെച്ചൊന്ന് തോണ്ടിയപ്പോൾ വീണ്ടും വെള്ളത്തിലേക്കാണ് വീണിട്ടുണ്ട്. വീണ്ടും കയറാനുള്ള ശ്രമമാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ കിണറ്റിലാന്ന് പറഞ്ഞപ്പോൾ ചേരയായിരിക്കാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അണലിയാണ്. റസൽസ് വൈബർ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പോൾ നമ്മളെന്തായാലും അതിനെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ കിണറ്റിൽ നമ്മൾ തോട്ടി അധികം ആഴമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തോട്ടി ഉപയോഗിച്ചെടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് മുന്നേ നമ്മുടെ ബാഗും പൈപ്പും സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടുന്ന് മാറി നോട്ടാ. നിങ്ങൾ വേണമെങ്കിൽ അപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോ കുറച്ച് നീങ്ങുന്നോ. ഒരു ഇഷ്ടിക അവിടെ ഉണ്ടോ? അത് വേണ്ട, വേണ്ട, ആ തോട്ടിയെടുത്തോ. മുകളിലാക്കിലേക്ക് നിൽക്കാൻ പറ്റുമോ? ഇവിടേക്ക് ഇറക്കാൻ പറ്റും ആരെങ്കിലും. കാരണം തോട്ടിയെടുത്ത് മുകളിലേക്ക് വന്നാലേ ഈ തോട്ടിൽ നിന്ന് പിടിക്കാൻ വേണ്ടിട്ടാ. എന്നാ വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല, വെയിറ്റ് ഇല്ല. വേണ്ട 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 വേണ്ട, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചത് മാത്രം. വേണമെന്നില്ല. ഞാൻ തോട്ടി വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഉണങ്ങിയ തോട്ടി കൊണ്ട് കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് മാറുന്നോട്ടാ. കാരണം ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടാണ് വരണേ. എത്തിച്ചു നോക്കണ്ട. ഇപ്പൊ അധികം നേരായിട്ടില്ലേ വന്നിട്ട്. നേരെ കയറിപ്പോയി. നമുക്ക് പണി കുറഞ്ഞില്ലേ? നമ്മൾ പഠിപ്പിച്ചു കൊണ്ടാണ്.
അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ. പിന്നെ ഇവിടെ ചെറിയൊരു കൺജസ്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും വയലെടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ തോട്ടിയുമ്പോൾ നേരെ ഇവിടെ വെച്ചപ്പോൾ നേരെ കറക്റ്റ് അതിൻ്റെ വഴി കണ്ട പോലെ നേരെ ഉള്ളിൽ മറത്തിനുള്ളിൽ കയറിയുണ്ട്. അപ്പോൾ എന്തായാലും സേഫായിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ട. പിന്നെ അതൊരു ചെറിയ വീഡിയോ ഞാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിസ് ബി ജോജു സൈനിങ് ഓഫ്.